നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. പയ്യാമ്പലത്ത് മുഖ്യമന്ത്രിയായിരിക്കെ ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്ത പദ്ധതിയുടെ ശിലാഫലകം മാറ്റി ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ശിലാഫലകം വെച്ചത് അല്പത്തരത്തിന്റെ അങ്ങേയറ്റമാണെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്. ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇത് ചെയ്തതെന്ന് വ്യക്തമാക്കണമെന്നും മാർട്ടിൻ ജോർജ്. തലശ്ശേരി മാഹി ബൈപ്പാസിൽ ടോൾ ബൂത്തിനടുത്ത് നിയന്ത്രണം വിട്ട ടാങ്കർ ലോറി ഡിവൈഡറിൽ ഇടിച്ചു കയറി. അപകടത്തിൽ ഡ്രൈവർക്ക് പരിക്ക്. കൂത്തുപറമ്പ് മണ്ഡലത്തിലെ പൊതുമരാമത്ത് ജലജീവൻ മിഷൻ പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ തീരുമാനം. പദ്ധതികൾക്ക് വേഗം കൂട്ടണമെന്ന് KP മോഹനൻ MLA. ഇരിട്ടിയിൽ പാമ്പുപിടുത്തം അനുകരിച്ച് കളിച്ച കുട്ടികൾ പിടിച്ച് ബോട്ടിലടച്ചത് മൂർഖൻ പാമ്പിനെ. കടിയേൽക്കാതെ വിദ്യാർത്ഥികൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. വിശദമായ വാർത്തകളിലേക്ക്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ പയ്യാമ്പലത്ത് ഉദ്ഘാടനം ചെയ്ത കുട്ടികളുടെ പാർക്കിന്റെയും സീ ഫാത്വേയുടെയും ശിലാഫലകം മാറ്റി പകരം അതേ പദ്ധതി ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തതായി കാണിച്ച് പുതിയ ശിലാഫലകം സ്ഥാപിച്ചത് അല്പത്തരത്തിന്റെ അങ്ങേയറ്റമാണെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്. 2015 മെയ് 15 നടന്ന ഉദ്ഘാടന ചടങ്ങിന്റെ ശിലാഫലകം അടർത്തിയെടുത്ത് മാറ്റി അതേ സ്ഥലത്ത് പുതിയ ശിലാഫലകം മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തതായി കാണിച്ച് സ്ഥാപിക്കുകയാണ് ചെയ്തത്. ഉമ്മൻചാണ്ടിയുടെ പേരുള്ള ശിലാഫലകം കുപ്പത്തൊട്ടിയിൽ തള്ളി അതിന്മേൽ ചൂലെടുത്ത് വെച്ചതായാണ് കണ്ടത്. ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇത് ചെയ്തതെന്ന് വ്യക്തമാക്കണമെന്നും മാർട്ടിൻ ജോർജ് ആവശ്യപ്പെട്ടു. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു സംഭവമാണ്. നമുക്കറിയാം, ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലഘട്ടത്ത് ടൂറിസം രംഗത്ത് വലിയ വികസനമാണ് ഉണ്ടായിട്ടുള്ളത്. അന്ന് ടൂറിസം മന്ത്രിയായിരുന്ന അനിൽകുമാറായിരുന്നു. ഇവിടെ ഈ നടപ്പാത ഇവിടെ സ്ഥാപിച്ചത് ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലഘട്ടത്ത് ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ്. ആ ഫലകം, അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്ന ഫലകം, ബഹുമാനപ്പെട്ട ടൂറിസം മന്ത്രി അധ്യക്ഷനായിട്ടുള്ള ബഹുമാനപ്പെട്ട MP ഉൾപ്പെടെയുള്ള അതുപോലെ തന്നെ മറ്റ് ജനപ്രതിനിധികളുടെ പേരെഴുതിയ ആ ഫലകം എടുത്തു മാറ്റി റിയാസിൻ്റെ ഫലകം ഇവിടെ സ്ഥാപിച്ചിരിക്കുകയാണ്. റിയാസിൻ്റെ ഫലകം സ്ഥാപിക്കണമെങ്കിൽ സ്ഥാപിച്ചോട്ടെ. പക്ഷേ ബഹുമാനപ്പെട്ട കേരളത്തിന് മുഖ്യമന്ത്രിയായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിന് അപമാനിക്കുന്നതിന് തുല്യമാണ്. അങ്ങനെയാണ് എങ്കിൽ കേരളത്തിലെ ഈ 9 വർഷമുള്ള കേരളത്തിൽ അതിന് മുമ്പോട്ടുള്ള ഒരു ഫലകവും കേരളത്തിൽ ഉണ്ടാവില്ലല്ലോ. പിന്നെ എന്തിനാണ് ഈ ഫലകം സ്ഥാപിക്കുന്നത്? ഫലകം സ്ഥാപിച്ച ഉടനെ എടുത്തു മാറ്റാനാണെങ്കിൽ ഫലകം സ്ഥാപിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. ഇത് ശുദ്ധ തോന്നിവാസമാണ്. ഇത് ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ വേണ്ടി റിയാസ് ഇപ്പോൾ റീൽസ് മന്ത്രിയായി മാറിയിരിക്കുകയാണ്. തലശ്ശേരി മാഹി ബൈപ്പാസിൽ ടോൾ ബൂത്തിനടുത്ത് നിയന്ത്രണം വിട്ട ടാങ്കർ ലോറി ഡിവൈഡറിൽ ഇടിച്ചു കയറി. വെള്ളിയാഴ്ച പുലർച്ചെയാണ് അപകടമുണ്ടായത്. അപകടത്തിൽ ഡ്രൈവർക്ക് പരിക്കേറ്റു. മംഗലാപുരത്ത് നിന്നും വരികയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ഡ്രൈവർക്ക് പരിക്കേറ്റു. ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്നാണ് സംശയിക്കുന്നത്. വിവരമറിഞ്ഞ് തലശ്ശേരി പോലീസ് സ്ഥലത്തെത്തി. ലോറിയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. കൂത്തുപറമ്പ് മണ്ഡലത്തിലെ പൊതുമരാമത്ത് ജലജീവൻ മിഷൻ പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ തീരുമാനം. 2 വകുപ്പുകളുടെയും പരസ്പര സഹകരണത്തോടെ പദ്ധതികൾക്ക് വേഗം കൂട്ടണമെന്ന ലക്ഷ്യത്തോടെ KP മോഹനൻ MLA വിളിച്ചു ചേർത്ത അവലോകന യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. പുത്തൂർ പോസ്റ്റ് ഓഫീസ് കൈവേലിക്കൽ നിളങ്ങൽ മുളിയാത്തോട് റോഡിൽ ജലജീവൻ മിഷൻ പ്രവൃത്തിക്ക് കുഴിയെടുത്ത ഭാഗം ഉടൻ പൂർണ്ണതോതിൽ നികത്തി നൽകാനും റോഡ് നവീകരണ പ്രവൃത്തിക്കുള്ള റീടെൻഡർ നടപടി വേഗത്തിലാക്കാനും നോഡൽ ഓഫീസർ KU സുജീഷിന്റെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. കുന്നോത്തുപറമ്പ് തൃപ്പങ്ങോട്ടൂർ പാട്യം മേഖലയിൽ റോഡരികിൽ ജലജീവൻ പദ്ധതിക്കായി കുഴിയെടുത്തത് വാഹനാപകടങ്ങൾക്ക് കാരണമാകുന്ന സാഹചര്യത്തിൽ മഴ മാറിയാലുടൻ അടിയന്തര അറ്റകുറ്റപ്പണി നടത്താനും യോഗം നിർദ്ദേശിച്ചു. പാനൂരിലെ അഗ്നിരക്ഷാ നിലയത്തിന്റെ നിർമ്മാണം ഒക്ടോബറിലും രജിസ്റ്റർ ഓഫീസ് കെട്ടിട നിർമ്മാണം നവംബറിലും പൂർത്തിയാക്കും. പെരിങ്ങളം PHCയുടെ പുതിയ കെട്ടിടത്തിൽ മഴവെള്ളം ഇറങ്ങുന്നത് 2 ആഴ്ചക്കകം പരിഹരിക്കും. വടക്കേ പൊയിലൂർ കുഴിക്കൽ സെൻട്രൽ പൊയിലൂർ റോഡ് മെക്കാട് ടാറിംഗ് പ്രവൃത്തിക്കുള്ള സാങ്കേതിക അനുമതി ലഭ്യമാക്കി ഉടൻ ടെൻഡർ നടപടി സ്വീകരിക്കുമെന്ന് റോഡ്സ് വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷീല ചോരൻ അറിയിച്ചു. തൂവക്കുന്ന് വിളക്കോട്ടൂർ റോഡ് ടാറിംഗ് പ്രവൃത്തിക്ക് ഭരണാനുമതിയായെന്നും
കടവത്തൂർ മുണ്ടത്തോട് റോഡ് നവീകരണ പ്രവൃത്തി മഴ മാറിയാൽ ഉടൻ ആരംഭിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. മുളിയാത്തോട് പുതിയ പാലം നിർമ്മിക്കാനായി ഇൻവെസ്റ്റിഗേഷൻ നടപടി ആരംഭിച്ചു. കൂത്തുപറമ്പിൽ ഫയർ സ്റ്റേഷൻ, AE ഓഫീസ്, പുതിയ കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിന് ഭരണാനുമതിക്കായി അടങ്കൽ സമർപ്പിച്ചതായി കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ SB ലജീഷ് കുമാർ അറിയിച്ചു. സാങ്കേതിക അനുമതി ലഭ്യമായാൽ ഉടൻ കൂത്തുപറമ്പ് ജെൻഡർ കോംപ്ലക്സ് നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കാനാകുമെന്നും അറിയിച്ചിട്ടുണ്ട്. കരിയാട് തുരുത്തിമുക്ക് പാലം പ്രവൃത്തി റീടെൻഡറിൽ വീണ്ടും അധിക തുക രേഖപ്പെടുത്തിയതിനാൽ മന്ത്രിസഭാ തീരുമാനത്തിനായി കാത്തിരിക്കുകയാണെന്ന് KRFB അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ C സുജിത് കുമാർ റിപ്പോർട്ട് ചെയ്തു. ജലജീവൻ മിഷൻ പദ്ധതിയിൽ കുന്നോത്തുപറമ്പ് പഞ്ചായത്തിൽ 42%, തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്തിൽ 73%, മുകേരി പഞ്ചായത്തിൽ 50% പ്രവൃത്തികൾ പൂർത്തിയായതായി ജലവിഭവ വകുപ്പ് മട്ടന്നൂർ പ്രൊജക്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ TV നൌഫൽ അറിയിച്ചു. കിഫ്ബി പദ്ധതിയുടെ ഭാഗമായി സംയോജിത കുടിവെള്ള പദ്ധതിക്കായി കരിയാട് പ്രഭാവതിക്കുന്നിലും കനകമലയിലും ടാങ്ക് നിർമ്മാണം ഊരാളുങ്കൽ സൊസൈറ്റിയുമായി കരാറായിട്ടുണ്ടെന്നും പ്രവൃത്തി ഉടൻ ആരംഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. റോഡ് അറ്റകുറ്റപ്പണി വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ D ബിന്ധ്യ, ജലവിഭവ വകുപ്പ് മട്ടന്നൂർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷാൻഡി ജോസഫ്, തലശ്ശേരി AEO GD ജ്യോതികുമാർ, വിവിധ അസിസ്റ്റന്റ് എഞ്ചിനീയർമാർ, ഓവർസിയർമാർ എന്നിവരും യോഗത്തിൽ സംബന്ധിച്ചു. ഇരിട്ടിയിൽ പാമ്പ് പിടുത്തം അനുകരിച്ച് കളിച്ച കുട്ടികൾ പിടിച്ച് ബോട്ടിലിട്ടടച്ചത് മൂർഖൻ പാമ്പിന്. തലനാരിഴക്കാണ് വിദ്യാർത്ഥികൾ കടിയേൽക്കാതെ രക്ഷപ്പെട്ടത്. മുതിർന്നവരെത്തിയപ്പോഴാണ് സംഭവം പുറത്തറിഞ്ഞത്. കഴിഞ്ഞ ദിവസം മഴ കാരണം സ്കൂളിന് അവധി പ്രഖ്യാപിച്ചതിനാൽ ഉച്ചയോടെ ഇരിട്ടി മൂസാൻ പീടികയിലെ 6ഓളം വരുന്ന കുട്ടികൾ വീട്ടുമുറ്റത്ത് കളിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് പൂന്തോട്ടത്തിൽ പാമ്പിനെ കാണാൻ ഇടയായത്. പിന്നെ ഒന്നും ആലോചിക്കാതെ കുട്ടികൾ പാമ്പിനെ പിടികൂടി ഒരു കുപ്പിയിലാക്കി. അതിൻ്റെ ഫോട്ടോ സംഘത്തിലെ ഒരാൾ ഇരിട്ടിയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയായിരുന്ന ദിവ്യ ദേവദാസിന് അയച്ചു കൊടുത്തു. ഉടൻ തന്നെ അവർ പാമ്പിനെ പിടികൂടുന്ന ഫൈസൽ വിളക്കോടിൻ്റെ നമ്പർ സംഘടിപ്പിച്ച് ഫൈസലിനും ഫോട്ടോ അയച്ചു. കുട്ടികൾ പിടികൂടിയ പാമ്പ് മൂർഖൻ പാമ്പാണെന്ന് ഫൈസൽ പറഞ്ഞതോടെയാണ് കാര്യങ്ങൾ ഗൗരവത്തിലായത്. ഉടൻ തന്നെ ദിവ്യ കുട്ടികളെ വിളിച്ച് പാമ്പിൻ്റെ അടുത്തു പോകരുത് എന്ന് മുന്നറിയിപ്പ് നൽകി. ഉടൻ തന്നെ ഫൈസൽ വിളക്കോട് സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടുമ്പോൾ ഉണ്ടാകുന്ന അപകട കാരണങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി പാമ്പിനെ കൊണ്ടുപോവുകയായിരുന്നു. വലിയ ഒരു അപകടത്തിൽ നിന്നാണ് കുട്ടികൾ രക്ഷപ്പെട്ടത് എന്ന് ദിവ്യ ദേവദാസ് പറഞ്ഞു. എന്താണ് സംഭവം? ഇന്നലത്തെ ഷോപ്പിലുള്ള സമയത്തായിരുന്നു. അപ്പോൾ ഒരു ഉച്ച സമയത്ത് ഇവർ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ ആൻറ്റീൻ്റെ വീടിൻ്റെ പരിസരത്ത് നിന്നിട്ട് ഒരു പാമ്പിനെ കെട്ടിയിട്ടുണ്ട്, ഞാൻ ഫോട്ടോ ഇട്ട് തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഫോട്ടോ ഇടുകയെന്ന്. ഞാൻ നോക്കുമ്പോൾ ഇവർ കുപ്പിയിലാക്കിയിട്ടാണ് ഫോട്ടോ ഇട്ടിട്ടുള്ളത്. എന്നിട്ട് പാടി ഞാനത് എടുത്തിട്ട് പാവട്ടിന് ഞാൻ സെൻഡ് ചെയ്തു. ഞാൻ ചോദിച്ചു പാമ്പിനെ പിടുത്തക്കാരെങ്കിലും ഉണ്ടോ ഒന്ന് കാണിക്കാനാന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി എനിക്ക് ഫോട്ടോ അവർക്ക് സെൻഡ് ചെയ്തിട്ട് എന്നോട് പറഞ്ഞ് നമ്പർ ഇട്ട് തന്നു. ഞാൻ നമ്പറിൽ വിളിച്ചു നോക്കി. വിളിച്ചപ്പോൾ പറഞ്ഞു പാമ്പിൻ്റെ കുഞ്ഞാ, അത് ഗൗരവമുള്ള സംഭവമാണ്, അതുകൊണ്ട് നിങ്ങളത് ശ്രദ്ധിക്കണം, കുട്ടികളോട് പറയണം എന്ന് പറഞ്ഞു. അപ്പം തന്നെ ഞാൻ എന്നിട്ട് ഇവരെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ട് സേഫാക്കി വെക്കണം, കുപ്പീൻ്റെ മൂടി ഇവരിട്ട് നല്ല ടൈറ്റാക്കി വെച്ചിട്ടാണല്ലേ, അതൊന്നും ഊരിപ്പോവാതെ നോക്കണം, പാമ്പിൻ്റെ ഈ മൂർഖൻ്റെ കുഞ്ഞാന്ന് എന്നേരം അറിഞ്ഞത്. അപ്പം തന്നെ ഇവർ പറഞ്ഞ് കുഴപ്പമില്ല, നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവർ നോക്കി നിരീക്ഷിച്ചിട്ട് പുറകോട്ട് നിൽക്കുക ചെയ്തേ. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയില്ലല്ലോ ഇവർക്ക്. എന്നിട്ട് ലാസ്റ്റ് അവർ വന്നപ്പോൾ ഇതിനെക്കുറിച്ച് കുറച്ച് ക്ലാസ്സൊക്കെ എടുത്തിട്ട് പുള്ളി അതെടുത്തിട്ട് പോവുകയും ചെയ്തേ. വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടല്ലേ? സത്യമായിട്ടോ നമ്മൾ പ്രതീക്ഷിക്കാതെ ഈ മൂർഖൻ എന്ന് പറഞ്ഞാൽ ഈ പരിസരത്ത് അങ്ങനെ കിട്ടാറില്ല. അങ്ങനെ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനത്തെ ഒന്നും. ചേരയോ അല്ലെങ്കിൽ വളവളപ്പാനൊക്കെ ചെറുതൊക്കെ അങ്ങനെ പോകുന്നല്ലാതെ മൂർഖൻ്റെ കുഞ്ഞോ അല്ലെങ്കിൽ മൂർഖനെയോ നമ്മളിവിടെ ഈ പരിസരത്തൊന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു പേടിയായിരുന്നു സത്യം. ഇപ്പോൾ ഇനി അങ്ങോട്ടേക്ക് പേടിയുള്ളൊരു സമയമാണ്. കാരണം ഈ കുട്ടികൾ കളിക്കുന്ന സ്ഥലവും എല്ലാം ഗ്രൗണ്ടും എല്ലാം ഉണ്ട് ഇവിടെ. മൂർഖൻ പാമ്പാണെന്ന് അറിഞ്ഞതോടെ ശരിക്കും ഞെട്ടിപ്പോയെന്ന് വിദ്യാർത്ഥികളും പറഞ്ഞു. അപ്പോൾ വന്നിട്ട് വിളിച്ച് പാമ്പ് എന്ന് പറഞ്ഞു. അപ്പോൾ വന്ന് നോക്കുമ്പോൾ ഡീലേ ഇങ്ങനെ പോകുന്നു. അപ്പോൾ നമ്മൾ ചുട്ടി ഇങ്ങോട്ടിട്ട് കുപ്പിയിലേക്ക് ആക്കി പാമ്പിന. +2 വിദ്യാർത്ഥിയായ അക്ഷയ്, +1 വിദ്യാർത്ഥിയായ ആരോമൽ, 10ാം ക്ലാസ്സുകാരൻ അഭിനവ്, 4ാം ക്ലാസ്സുകാരനായ അർജുൻ, ധ്യാൻദേവ്, 2.5 വയസ്സുള്ള ഇഷാൻ ദേവ് എന്നിവരായിരുന്നു മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്നത്. ഇതിനിടയിലാണ് മൂർഖൻ പാമ്പിനെ പിടികൂടി കുപ്പിയിലാക്കിയത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് BJP പാനൂർ മണ്ഡലം കമ്മിറ്റി താലൂക്ക് ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി. BJP കണ്ണൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് ബിജു എളക്കുഴി ഉദ്ഘാടനം ചെയ്തു. പാനൂർ താലൂക്ക് ആശുപത്രിയെ സംരക്ഷിക്കുക, താലൂക്ക് ആശുപത്രിക്ക് ആവശ്യമായ സ്റ്റാഫിനെ നിയമിക്കുക, സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ നിയമിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തിയത്.
BJP കണ്ണൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് ബിജു എളക്കുഴി ഉദ്ഘാടനം ചെയ്തു. ഒരു ബോധമുള്ള ജനതയാണ് കേരളത്തിലെ ജനത, അതുപോലെ തന്നെ പാനൂരിലെ ജനത. ഞാൻ ഈ ആശുപത്രി ഇത് തൊട്ടടുത്ത് കിടക്കുന്നതാണ് ആശുപത്രി. ഞാൻ വെറുതെ ആ ആശുപത്രിയിലേക്ക് ഒന്ന് കടന്നുപോയപ്പോഴാണ് ഇതിന്റെ ദയനീയ അവസ്ഥ മനസ്സിലാക്കുന്നത്. ഈ ആശുപത്രി തുടങ്ങിയത് വർഷങ്ങൾക്ക് മുമ്പാണ്. 960 ആണ് എന്ന് തോന്നുന്നു ഈ ആശുപത്രിയുടെ പ്രവർത്തനം ആരംഭിച്ചത്. എന്നാൽ ഇന്നവിടെ പോയി നോക്കുമ്പോൾ ആ ആശുപത്രിയുടെ അവസ്ഥ അങ്ങ് ജാമ്പവാന്റെ കാലത്തുള്ള ആശുപത്രിയാണ് പാനൂരിലത് എന്നാണ് കാണാൻ വേണ്ടി കഴിയുക. വൃത്തിഹീനമായിട്ടുള്ളൊരു ആശുപത്രി. ഈ നഗരത്തിലൂടെ, ഈ റോഡിലൂടെ ഒഴുകുന്ന വെള്ളം, ആ വെള്ളം എവിടെയാണ് പോകുന്നത്? സാധാരണ ആശുപത്രിയിലെ വെള്ളം പുറത്തേക്കാണ് പോകേണ്ടത്. എന്നാൽ ഈ റോട്ടിലെ വെള്ളം, ഈ റോട്ടിലെ ഓടയിലെ വെള്ളം അതെത്തുന്നത് ഈ ആശുപത്രിക്കുള്ളിലേക്കാണ്, ആശുപത്രിയുടെ ഉള്ളിലേക്കാണ്. മണ്ഡലം പ്രസിഡന്റ് KC വിഷ്ണു അധ്യക്ഷനായി. BJP ജില്ലാ ജനറൽ സെക്രട്ടറി VP സുരേന്ദ്രൻ മാസ്റ്റർ, P സത്യപ്രകാശ് എന്നിവർ സംസാരിച്ചു. KP ഭാസ്കരൻ സ്വാഗതവും രോഹിത് റാം നന്ദിയും പറഞ്ഞു. പൂക്കം റോഡിലെ പാനൂർ നഴ്സിംഗ് ഹോം പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനത്തിന് VP ഷാജി, അഡ്വക്കേറ്റ് ഷിജിലാൽ, CK കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ, EP ബിജു, K കാർത്തിക, N രതി, M രത്നാകരൻ, KK ധനഞ്ജയൻ, K സഹജ, രജിൽ കുമാർ, KP സുജാത, KP അജിത, VP സബിത, സുധാവാസു, പത്മനാഭൻ ഓട്ടാണി, UP ബാബു എന്നിവർ നേതൃത്വം നൽകി. അകാലത്തിൽ മരണത്തെ പുൽകിയ ഫുട്ബോൾ ഇതിഹാസം VP സത്യനെ ജന്മനാട് അനുസ്മരിച്ചു. 19ാം ചരമവാർഷിക ദിനത്തിൽ മേക്കുന്നിലെ VP സത്യൻ സ്മാരക മന്ദിരത്തിനു മുന്നിൽ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. ഇന്ത്യൻ ഫുട്ബോളിൽ നിന്നും മാറ്റി നിർത്തപ്പെടാനാകാത്ത വിധം ഇഴുകിച്ചേർന്ന നാമമാണ് ക്യാപ്റ്റൻ കൂടിയായ VP സത്യൻ്റേത്. 1965 ഏപ്രിൽ 29 മേക്കുന്നിൽ ജനിച്ച സത്യൻ ഗ്രാമീണ പശ്ചാത്തലത്തിൽ നിന്നും ഉയർന്ന് ഇന്ത്യൻ ഫുട്ബോൾ ക്യാപ്റ്റനായി. അന്താരാഷ്ട്ര ഫുട്ബോളിൽ സത്യന്റെ യാത്ര ആരെയും വിസ്മയിപ്പിക്കുന്നതായിരുന്നു. നാട്ടിൻപുറത്തെ മൈതാനങ്ങളിൽ ഉയർത്തിയടിച്ച പന്തിൽ തന്റെ കഴിവ് തെളിയിച്ച് അദ്ദേഹം പ്രാദേശിക നായകനായി മാറി. പിന്നീട് ദേശീയ ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. 1980കളുടെ അവസാനത്തിൽ സത്യൻ ഇന്ത്യൻ ഫുട്ബോളിന്റെ ശക്തി കേന്ദ്രമായ കൊൽക്കത്തയിലെ മോഹൻ ബഗാനിലേക്ക് മാറി. 1985 ദേശീയ ടീമിനായി അരങ്ങേറ്റം കുറിച്ച സത്യൻ വളരെ വേഗത്തിൽ തന്നെ ടീമിലെ പ്രധാന താരമായി മാറി. ഒരു മിഡ്ഫീൽഡറുടെയോ ഒരു ഡിഫൻഡറുടെയോ സ്ഥാനം ഒരുപോലെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് അദ്ദേഹത്തെ വേറിട്ടു നിർത്തി. 41ാം വയസ്സിൽ 2006 ജൂലൈ 18 ഉച്ചയോടെ ചെന്നൈ പല്ലാവരം റെയിൽവേ സ്റ്റേഷനടുത്ത് വെച്ച് തീവണ്ടി തട്ടിയാണ് സത്യൻ മരിച്ചത്. 19 വർഷങ്ങൾക്കിപ്പുറവും സത്യന്റെ വിടവ് നികത്താനാകാത്ത നഷ്ടമാണ് ഇന്ത്യൻ ഫുട്ബോളിന്. കോഴിക്കോട് പാലേരി സ്വദേശിനി അനിതയാണ് സത്യന്റെ ഭാര്യ. ഇത്രയും വർഷങ്ങൾക്കിപ്പുറവും സത്യൻ ഓർമ്മിക്കപ്പെടുന്നതിൽ അഭിമാനമുണ്ടെന്ന് ഭാര്യ അനിത സത്യൻ പറഞ്ഞു. സത്യേട്ടൻ്റെ 19ാം ചരമവാർഷികമാണ്. എല്ലാവരും ഇവിടെ എല്ലാ വർഷവും കൂടാറുണ്ട്. അതുപോലെ തന്നെ ഈ വർഷം സന്തോഷവും വിഷമങ്ങളും എല്ലാം തരണം ചെയ്ത് ട്രസ്റ്റ് രൂപീകരണം നടന്നതും എല്ലാം വളരെ നല്ലൊരു സംഗതികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മേക്കുന്ന് പ്രദേശത്തെ ജനങ്ങൾ ഒരിക്കലും മറന്നു പോകാതെ സ്നേഹം നൽകിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ പേരിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. സത്യന്റെ സ്മരണയ്ക്കായി വിവിധ പരിപാടികൾ ആവിഷ്കരിച്ച് നടത്തുന്നതായി VP സത്യൻ സ്മാരക ട്രസ്റ്റ് ഭാരവാഹികളായ ഡോക്ടർ MK മധുസൂദനനും സുരേന്ദ്രൻ മേക്കുന്നും പറഞ്ഞു. വർക്കിംഗ് ചെയർമാൻ VP സത്യൻ മെമ്മോറിയൽ ട്രസ്റ്റ് എക്കാലത്തെയും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അറിയപ്പെടുന്ന ഒരു ഫുട്ബോളറായി നമ്മളിന്ന് അകന്നുപോയ VP സത്യൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരങ്ങൾ അർപ്പിക്കുകയാണ്. 2006 അദ്ദേഹം ഇന്ന് വിട്ടുപിരിഞ്ഞത്. പലരും മറന്നുപോയെങ്കിലും മേക്കുന്നിലുള്ള അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും കായിക പ്രേമികളും അദ്ദേഹത്തിന് സ്മാരകം പണിയുകയും അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ കേരളത്തിലും ഇന്ത്യയിലും ഇല്ലാത്ത രീതിയിൽ എങ്ങും അനുസ്മരണപടിയായിട്ട് നടക്കുന്ന ഒരു സ്ഥലമായി ഈ ഒരു പ്രദേശം മാറുകയാണ്. ഇന്ത്യൻ ഫുട്ബോളിൻ്റെ എല്ലാ രംഗത്തും നിരവധി കാലം ക്യാപ്റ്റനായും നിരവധി അന്താരാഷ്ട്ര ടൂർണമെൻറ്റ് ഇന്ത്യ നയിക്കുകയും ചെയ്തിട്ടുള്ള അനശ്വരനായ VP സത്യൻ നമ്മുടെ ഒപ്പം ഇല്ലെങ്കിലും അദ്ദേഹം അവശേഷിച്ചു പോയ നന്മകളെ
അത് സമൂഹത്തിലേക്ക് സന്നിവേശിപ്പിക്കുക എന്നുള്ളതാണ് ഈ ട്രസ്റ്റിൻ്റെ ലക്ഷ്യം. നല്ലൊരു കായിക സംസ്കാരം വളർത്തിയെടുത്തുകൊണ്ട് പുതിയ തലമുറയിലൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റും സഹവർത്തിത്വവും സ്നേഹവും ഒക്കെ വളർത്തിയെടുക്കാനുള്ള ശ്രമത്തിലാണ് ട്രസ്റ്റിൻ്റെ ഭാരവാഹികൾ. 19ാം ചരമവാർഷിക ദിനമായ ഇവിടെ പുഷ്പാർച്ചന ചടങ്ങ് നടത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രിയപത്നി അനിതാസത്തിൻ്റെ സാമീപ്യവും ഈ ചടങ്ങിലുണ്ട് എന്നുള്ളത് പ്രത്യേകതയാണ്. അദ്ദേഹത്തിൻ്റെ സ്മരണകൾ ഉയർത്തിക്കൊണ്ട് ബഹുമാനായ ശ്രീ ഷാഫി പറമ്പിൽ MP നാളെ അദ്ദേഹത്തിൻ്റെ അനുസ്മരണ സമ്മേളനം നാളെ വൈകുന്നേരം 3 മണിക്ക് മേക്കുന്ന് സത്യ മെമ്മോറിയൽ ഹാളിൽ വെച്ചിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ ലഹരിക്കെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് PP സത്യ മെമ്മോറിയൽ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ ചരമാചരണ പരിപാടികളുടെ ഭാഗമായി മറ്റന്നാൾ 20-ാം തീയതി ഞായറാഴ്ച മേക്കുന്ന് ഇൻ്റർ സ്പോർട്സ് ഹബിൽ ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചിരിക്കുകയാണ്. എല്ലാ പരിപാടികളിലും എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാവണമെന്ന് മേക്കുന്നിൽ VP സത്യൻ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് 19ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ശനിയാഴ്ച VP സത്യൻ സ്മാരക മന്ദിരത്തിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനം ഷാഫി പറമ്പിൽ MP ഉദ്ഘാടനം ചെയ്യും. VP സത്യൻ സ്മാരക ട്രസ്റ്റ് ചെയർമാൻ സൈനുൽ ആബിദീൻ അധ്യക്ഷനാവും. ചൊക്ലി പഞ്ചായത്ത് പ്രസിഡന്റ് CK രമ്യ മുഖ്യാതിഥിയാകും. 20-ന് വൈകിട്ട് 3-ന് 13 വയസ്സിന് താഴെയുള്ളവർക്ക് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റും സംഘടിപ്പിക്കും. ചുക്ലിയിൽ 20 കുപ്പി മാഹി മദ്യവുമായി യുവാവ് അറസ്റ്റ്. പശ്ചിമ ബംഗാൾ സ്വദേശി തപസ് സർദാറാണ് പിടിയിലായത്. പശ്ചിമ ബംഗാൾ നാദിയ ജില്ലയിലെ ഭീംപൂര സ്വദേശി തപസ് സർദാറാണ് അറസ്റ്റിലായത്. സ്ഥിരം മദ്യം കടത്തുന്ന ഇയാൾ കോഴിക്കോട് ജില്ലയിലും കണ്ണൂർ ജില്ലയിലെ പെരിങ്ങത്തൂർ ഭാഗങ്ങളിലും മദ്യം എത്തിക്കുന്നതിൽ പ്രധാന കണ്ണിയാണ്. ചൊക്ലിയിൽ എക്സൈസ് ഉദ്യോഗസ്ഥരെ കണ്ട് ഓടിയ പ്രതിയെ അതിസാഹസികമായാണ് പിടികൂടിയത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ PP പ്രദീപനും സംഘവുമാണ് പ്രതിയെ പിടികൂടിയത്. കാട്ടുപന്നി ഇറച്ചിയുമായി 4 പേർ തളിപ്പറമ്പിൽ പിടിയിൽ. ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത്. രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കണ്ണൂർ കുറുമാത്തൂർ ബാവുപറമ്പിൽ വെച്ച് പ്രതികൾ പിടിയിലായത്. K രാജേഷ്, PP സുരേഷ്, TK സഹദേവൻ, GV മുനീർ എന്നിവരെയാണ് തളിപ്പറമ്പ് എക്സൈസ് സംഘം പിടികൂടിയത്. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ. BCom ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA English, MCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, BSW, BSc ഡാറ്റ സയൻസ്, BSc സൈക്കോളജി, MBA, MCA കൂടാതെ CMA, CAT, ലോജിസ്റ്റിക്സ്, സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ്, ഏവിയേഷൻ എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്ന തുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. To know more, contact us. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. സ്പോർട്സ് കരാത്തെ ഡോ അക്കാദമി ഓഫ് ഇന്ത്യ. പുതുതലമുറയിൽ ആരോഗ്യമാണ് സമ്പത്ത് എന്ന ബോധം വളർത്തിയെടുക്കാം.
ആയോധന കലയായ കരാത്തയിലൂടെ. സ്പോർട്സ് കരാത്തെ ജോ അക്കാദമി ഓഫ് ഇന്ത്യ മഹത്തായ 38ാം വർഷത്തിലേക്ക്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, വയനാട്, തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, ഇടുക്കി, തൃശൂർ, മാഹി. വിദേശ രാജ്യങ്ങളായ ഖത്തർ ആൻഡ് UAE. ഇന്റർനാഷണൽ ഒളിമ്പിക് അംഗീകാരമുള്ള വേൾഡ് കരാത്തെ ഫെഡറേഷൻ അംഗീകൃത കോച്ചും ജപ്പാന്റെ 7th ഡാൻ ബ്ലാക്ക് ബെൽറ്റും കരസ്ഥമാക്കിയ സെൻസൈ വിനോദ് കുമാറിന്റെ ശിക്ഷണത്തിൽ ക്ലാസുകൾ നടന്നുവരുന്നു. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിസിംഗ് റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ് ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. मेरे नैनों में रहना सजना, इन पलकों पर रहना सजना, मेरा हार श्रृंगार तुम ही सजना. Family Wedding Center, the beginning of forever. കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ, കണ്ണൂർ. മറ്റു വാർത്തകളിലേക്ക്. കനത്ത മഴയിൽ കായലോട് പറമ്പായിൽ വീട്ടുകിണർ ഇടിഞ്ഞ് താഴ്ന്നു. വീടിനോട് ചേർന്ന കിണർ പൂർണ്ണമായും ഇടിഞ്ഞ് താഴുകയായിരുന്നു. ഇതേ തുടർന്ന് വീടും അപകടാവസ്ഥയിലായി. ജില്ലയിൽ കനത്ത മഴയിൽ നാശനഷ്ടങ്ങളേറുന്നു. പറമ്പായി ചാലിൽ ഹൗസിൽ മാണിയത്ത് വത്സന്റെ 19 കോൽ താഴ്ചയുള്ള കിണർ ഇടിഞ്ഞ് താഴ്ന്നു. കിണർ ഇടിഞ്ഞതിനെ തുടർന്ന് വീടും അപകടാവസ്ഥയിലാണ്. കുന്നോത്തുപറമ്പ് ടൗണിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം അപകടാവസ്ഥയിൽ. 5 പതിറ്റാണ്ടോളം പഴക്കമുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രം അടിയന്തരമായി അറ്റകുറ്റപ്പണികൾ നടത്തി നവീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ്. പാനൂരിന്റെ കിഴക്കൻ മേഖലയായ കുന്നോത്തുപറമ്പ് ടൗണിലാണ് അപകടാവസ്ഥയിലായ ബസ് കാത്തിരിപ്പ് കേന്ദ്രമുള്ളത്. ഏതാണ്ട് 5 പതിറ്റാണ്ടോളം പഴക്കമുള്ള ബസ് സ്റ്റോപ്പ് സംരക്ഷിക്കാൻ ആളില്ലാതെ നാശോന്മുഖമാണ്. യാത്രക്കാർക്ക് മഴയും വെയിലുമേൽക്കാതെ ബസ് കാത്തിരിക്കാനായി പണിത ഷെൽട്ടർ ഈ നാട്ടുകാർക്ക് ഏറെ ഉപകാരപ്രദമാണ്. പക്ഷേ കുറച്ച് വർഷങ്ങളായി ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രം തീർത്തും അപകടകരമായ അവസ്ഥയിലാണ്. മേൽക്കൂരയുടെ കോൺക്രീറ്റ് മുഴുവൻ പൊളിഞ്ഞ് ഉള്ളിലെ കമ്പികൾ ദ്രവിച്ച് പുറത്തുവന്ന നിലയിലാണ്. നിലത്തിൻ്റെ സിമന്റ് ചില ഭാഗങ്ങൾ പൊളിഞ്ഞിരിക്കുകയാണ്. കോൺക്രീറ്റ് തൂണുകൾ ഇല്ലാതെ കല്ലിൽ മാത്രമാണ് ഈ ഷെൽട്ടർ നിലനിൽക്കുന്നത്. മഴ പെയ്യുമ്പോൾ മേൽക്കൂര ചോർന്ന് വെള്ളം കല്ലുകൾക്കിടയിലേക്ക് ഊർന്നിറങ്ങുകയാണ്. 2 ദിവസം മുൻപ് കോൺക്രീറ്റിൻ്റെ ചില ഭാഗങ്ങൾ അടർന്ന് വീഴുകയും ചെയ്തു. രാവിലെ സ്കൂളിൽ പോകുന്ന നിരവധി കുട്ടികളും ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തെ ആശ്രയിക്കുന്നുണ്ട്.
നമ്മുടെ നാട്ടിൽ ഈ ബസ് സ്റ്റോപ്പ് പൊളിഞ്ഞു പൊളിയാറായ സ്ഥിതിയിലുള്ളത്. ഏകദേശം ഒരു 30 വർഷത്തെ പഴക്കമുണ്ട്. മുകൾ ഭാഗത്ത് വെള്ളം കെട്ടി നിന്നിട്ട് ആകെ അവിടെ അപകടകരമായ ഒരു അവസ്ഥയിലാണ്. എത്രയും പെട്ടെന്ന് ഇതിന് ബന്ധപ്പെട്ട അധികാരികൾ ഇത് പുനർനിർമ്മിക്കുകയോ അല്ലെങ്കിൽ അറ്റകുറ്റപ്പണികൾ നടത്തുകയോ ചെയ്യണം. ഒരുപാട് സ്കൂൾ കുട്ടികളും പൊതുജനങ്ങളുമൊക്കെ സ്ഥിരമായി നിൽക്കുന്ന ഈ വാഹന കാത്തിരിപ്പ് കേന്ദ്രമാണിത്. എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടിയെടുക്കണമെന്ന് കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്തിലെ ബസ് സ്റ്റോപ്പാണിത്. ഇതിപ്പോൾ അപകടാവസ്ഥയിൽ 3-4 വർഷത്തോളമായി. ഏകദേശം 35-40 വർഷത്തോളം പഴക്കമുള്ള ഈ ബസ് സ്റ്റോപ്പിൽ ഏകദേശം ദിവസം 100-150 ആൾക്കാരോളം കാത്തിരിക്കുന്ന ഒരു സ്ഥലമാണ്. കുട്ടികളായിക്കോട്ടെ എല്ലാവരും. ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്കറിയാം, ഈ ബസ് സ്റ്റോപ്പിലെ എല്ലാ കല്ലുകളെല്ലാം ജീർണിച്ച അവസ്ഥയിലാണുള്ളത്. അതേപോലെ തന്നെ ഇനി കോൺക്രീറ്റ് മേലെ വെള്ളം കെട്ടി നിന്നിട്ട് പൊതിർന്ന അവസ്ഥയിലാണുള്ളത്. ഇതിൻ്റെ അടുത്ത കാലത്ത് 2-3 കഷ്ടങ്ങളൊക്കെ വീണിന്. നമ്മളിവിടെ ഓട്ടോ സ്റ്റാൻഡിലെ ഡ്രൈവർമാരാണ്. അപ്പോൾ ഇത് മുൻകൂട്ടി നമ്മളിതിൻ്റെ അപകടാവസ്ഥ മനസ്സിലാക്കുന്ന രീതിയിൽ സംസാരിക്കുന്നതാണ്. അപകടാവസ്ഥയിലായ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഒരു ദുരന്തത്തിന് കാത്തിരിക്കാതെ പുതുക്കി പണിയണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. ഈ ബസ് സ്റ്റോപ്പ് പില്ലറില്ലാണ്ട് വാർത്തത് അവിടെ അതിൻ്റെ കല്ല് ജീർണിച്ചിട്ടുണ്ട്. എത്രയും വേഗം അത് മാറ്റണം. വളരെ അപകടാവസ്ഥയിലുള്ളത്. കോൺഗ്രസ് നേതാവ് ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷികം വിവിധ കേന്ദ്രങ്ങളിൽ നടന്നു. ഉമ്മൻചാണ്ടി മെമ്മോറിയൽ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ തലശ്ശേരിയിൽ സമൂഹ സ്നേഹവിരുന്നൊരുക്കി. തലശ്ശേരി LS പ്രഭു മന്ദിരത്തിൽ നടന്ന സ്നേഹവിരുന്ന് VN ജയരാജ് ഉദ്ഘാടനം ചെയ്തു. അനസ് ചാലിൽ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നേതാക്കളായ MP അരവിന്ദാക്ഷൻ, മണയാട് ബാലകൃഷ്ണൻ, സജീവ് മാറോളി, PV രാധാകൃഷ്ണൻ, KE പവിത്രരാജ്, E വിജയകൃഷ്ണൻ, PP മമ്മൂട്ടി, N അഷ്റഫ്, CM സുദ്ദീൻ, V ഷുഹൈബ്, A ഷർമിള, അർബാസ് ഒളവിലം, സുബൈർ കെട്ടിനകം എന്നിവർ നേതൃത്വം നൽകി. മനേക്കരയിലും കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി 2ാം ചരമവാർഷികം സംഘടിപ്പിച്ചു. ഛായാചിത്രത്തിനു മുന്നിൽ പുഷ്പാർച്ചനയ്ക്ക് കോടിയേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി അംഗം KP പ്രഭാകരൻ, പന്നിനൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് ചന്ദ്രബാബു, വിനോദ് കുമാർ, K പ്രദീപൻ, K സജയൻ, V അനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി. ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനം ഞായറാഴ്ച കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ നടന്നു. രാവിലെ 10:30 മുൻ MLA ജോണി നെല്ലൂർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി T മുഹമ്മദ് അലി മുഖ്യപ്രഭാഷണം നടത്തും. കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് B സഹദേവൻ അധ്യക്ഷത വഹിക്കും. രാവിലെ 10 സ്വാഗത സംഘ ചെയർമാൻ KD നാരായണൻ പതാക ഉയർത്തും. തലശ്ശേരി വനിതാ കൂട്ടായ്മയുടെ തിരുവാതിര അരങ്ങേറും. കഴിഞ്ഞ 7 വർഷമായി തുടരുന്ന റേഷൻ വ്യാപാരികളുടെ വേതനം വർദ്ധിപ്പിക്കണമെന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. സാധനങ്ങൾ വാതിൽപ്പടിയായി തൂക്കി ഇറക്കുന്നതിൽ വരുന്ന കുറവ് നികത്തുന്നതിനായി വ്യാപാരികളിൽ നിന്നും പിഴ ഈടാക്കുന്നത് അവസാനിപ്പിക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. നമ്മുടെ താലൂക്ക് തലത്തിൽ റേഷൻ വിതരണം നടത്തേണ്ടത് താലൂക്ക് സപ്ലൈ ഓഫീസറും അതുപോലെ തന്നെ ഡിപ്പോ മാനേജർമാർക്കുമാണ് ഉത്തരവാദിത്തമെങ്കിൽ അവരോട് ഈ പരാതി പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിസ്സംഗത മനോഭാവം നിലനിർത്തുന്ന ഒരു സമീപനമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതിൽ ശക്തമായ ഇടപെടൽ നടത്തേണ്ട ഉദ്യോഗസ്ഥന്മാർ പോലും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യം. കാരണം അത് NFS ഡിപ്പോയിലേക്ക് വരുന്ന ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് നാളെ RI ആയിട്ടും TS ആയിട്ടും വരേണ്ടവർ. ഇവിടെ നിന്ന് സ്പ്ലിറ്റ് ഈ ഒരു മാറ്റിത്തിരുത്തൽ വരുത്തിയിട്ടാണ് അവരെ ഡിപ്പോയിലേക്ക് കോപ്പി ചെയ്യുക. അപ്പോൾ അവർ നാളെ വീണ്ടും ഒരു വർഷം എത്തിക്കഴിഞ്ഞാൽ തിരിച്ച് സപ്ലൈ ഓഫീസർക്ക് വരേണ്ടവരാണ്. അവർ സുഹൃത്തുക്കളാണ് എന്നതുകൊണ്ട് തന്നെ അവർക്കെതിരെ ആക്ഷൻ എടുക്കാൻ ഈ സപ്ലൈ ഓഫീസർമാരോ ഡിപ്പോ മാനേജർമാരോ തയ്യാറാവുന്നില്ല എന്നുള്ളത് കൊണ്ട് റേഷൻ വ്യാപാരികൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഇതിലുണ്ടാകും. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് B സഹദേവൻ, ജില്ലാ സെക്രട്ടറി TK ആരിഫ്, കൺവീനർ EP രത്നാകരൻ, KD നാരായണൻ, N സുരേശൻ എന്നിവർ പങ്കെടുത്തു. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware.
has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്ര കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. മറ്റു വാർത്തകളിലേക്ക്. മുൻ മുഖ്യമന്ത്രിയും AICC ജനറൽ സെക്രട്ടറിയുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷിക ദിനം ആചരിച്ചു. കണ്ണൂർ DCC ഓഫീസിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പുഷ്പാർച്ചനയ്ക്ക് നേതൃത്വം നൽകി. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായ പ്രൊഫസർ AD മുസ്തഫ, PT മാത്യു, അഡ്വക്കേറ്റ് T മോഹനൻ, MP വേലായുധൻ, K പ്രമോദ്, റിച്ചിൽ മാക്കുറ്റി, VV പുരുഷോത്തമൻ, രാജീവൻ എളയാവൂർ, അമൃത രാമകൃഷ്ണൻ, സുരേഷ് ബാബു എളയാവൂർ, അഡ്വക്കേറ്റ് VP അബ്ദുൽ റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു. നമ്മെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ കോർപ്പറേഷൻ വലിയ മെഡിക്കൽ കോളേജ്, കണ്ണൂർ കോർപ്പറേഷനെ കുറിച്ച് പലരും അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ കണ്ണൂരിന് കോർപ്പറേഷൻ അനുമതി കിട്ടാനുള്ള ഏക കാരണം ശ്രീ ഉമ്മൻചാണ്ടി മാത്രം. കാരണം എനിക്കറിയാം, ഞാൻ UDFന്റെ കൺവീനർ ചെയർമാനായിരുന്നു. പലപ്പോഴും ഇന്നത്തെ UDFന്റെ ആവശ്യവുമായി പോകുമ്പോൾ ഞാൻ 2 ആവശ്യങ്ങളെ പറഞ്ഞിരുന്നു. ഒന്ന് കണ്ണൂർ കോർപ്പറേഷൻ, മറ്റൊന്ന് പരിയാരം മെഡിക്കൽ കോളേജ്. അപ്പൊ എന്നെ കണ്ടപാട് ചോദിക്കും, കോർപ്പറേഷനാണോ പരിയാരം മെഡിക്കൽ കോളേജാണോ? ഞാൻ പറയും രണ്ടുമാണ്. മലബാറിലെ മറ്റൊരു സ്ഥലത്തേക്കാണ് കോർപ്പറേഷൻ തീരുമാനമെടുത്തത്. അത് മാറ്റി നമുക്ക് തന്നത് അതിന് ഉത്തരവാദിത്യം പ്രഥമയും അവസാനവും പരിയാരം മെഡിക്കൽ കോളേജ് അത് ഗവൺമെന്റ് ഏറ്റെടുക്കണമെന്ന നിരന്തരമായ ആവശ്യത്തിനും അതിന് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കിയത് ആയിരക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകന്മാർ, ആയിരക്കണക്കിന് സാധാരണ പ്രവർത്തകന്മാരുടെ അദ്ദേഹം 13 ജില്ലയിലും നടത്തിയ ജനസമ്പർക്ക പരിപാടി നമുക്ക് ഓർമ്മയില്ലേ? ഞാൻ പേരാവൂർ MLA സമയത്ത് പേരാവൂരിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു ജനസമ്പർക്ക പരിപാടി നടത്തി. ഇവിടെ കണ്ണൂർ ടൗൺ സ്കൂളിൽ, ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നടത്തിയത്. കൃത്യം 9 മണിക്ക് മനുഷ്യൻ സ്റ്റേഡിയം കയറിയില്ല. ഇറങ്ങിയത് എപ്പോഴാന്ന് പറഞ്ഞാൽ മലബാർ
ബസ് വളവട്ടണം റെയിൽവേ സ്റ്റേഷൻ എത്തിയതായി സെക്യൂരിറ്റിക്കാരൻ പറഞ്ഞപ്പോഴാണ് ഈ മനുഷ്യൻ സ്റ്റേജ് മലർന്നത്. CPI നേതാവ് NE ബാലറാം അനുസ്മരണം സംഘടിപ്പിച്ചു. പിണറായി സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിലാണ് അനുസ്മരണം നടന്നത്. സൈദ്ധാന്തികമായി കമ്മ്യൂണിസ്റ്റുകാരെ ആയുധമണിയിക്കുന്നതിന് ജീവിതകാലം അത്രയും സമർപ്പിച്ച നേതാവായിരുന്നു NE ബാലറാമെന്ന് അനുസ്മരണം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് CPI ജില്ലാ സെക്രട്ടറി CP സന്തോഷ് കുമാർ പറഞ്ഞു. വിഭവസമ്പത്തിന്റെ കേന്ദ്രമായിരുന്നു സഖാവ് ബാലറാം. സാധാരണ നിലയിലുള്ള വ്യാഖ്യാനങ്ങളും സാധാരണ നിലയിലുള്ള പ്രസംഗങ്ങളും അതിനപ്പുറത്തേക്ക് ആഴത്തിൽ വേരോടിയിട്ടുള്ള രാജ്യത്തിൻ്റെ സംസ്കാരത്തെ ഉപയോഗപ്പെടുത്തി വഴി തിരിച്ചുവിട്ട് സ്ഥാപിത താല്പര്യം നടത്തുന്നതിന് വേണ്ടിയുള്ള RSS സംഘപരിവാർ ശക്തികളുടെ ശ്രമങ്ങളെ മുനയൊടിക്കാൻ ബാലറാമിനെ പോലുള്ള ഒരു ബുദ്ധിജീവിക്ക് അനുഭവ സമ്പത്തുള്ള ഒരു നേതാവിന് കഴിയുമെന്ന് EMSനെന്ന് പരസ്യമായി പറയാനുണ്ടായിരുന്ന സാഹചര്യം ആ കാലത്തെ ഇന്ത്യയിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന വർഗീയ ഫാസിസ്റ്റ് ശക്തികളുടെ ഇടപെടലുകളും അവരുടെ പ്രവർത്തന രീതിയുമായി അവരുടെ ഫാസിസ്റ്റ് ചിന്താഗതിക്കെതിരെ അതിനെ മുനയൊടിക്കാൻ ഒരായുധം ഇന്ത്യൻ ജനതക്ക് നൽകാൻ കഴിയുന്നത് അത് സഖാവ് NE ബാലറാമിനായിരിക്കും. ഇന്ത്യയുടെ സവിശേഷ സാഹചര്യത്തിൽ സാമൂഹിക സാംസ്കാരിക മേഖലയെ അടക്കം പ്രതിപാദിച്ചുകൊണ്ട് അവരെ ചെറുക്കുന്നതിന് വേണ്ടിയുള്ള മൂർച്ചയേറിയ ഒരായുധം, അതിൻ്റെ ഒരു രചന നിർവഹിക്കുന്നതിനു വേണ്ടി സഖാവ് ബാലറാമിന് കഴിയും. ബാലറാമുമായി അക്കാര്യം സൂചിപ്പിച്ചിരുന്നു എന്നാണ് അന്ന് സഖാവ് EMS ആ അനുസ്മരണ സമ്മേളനത്തിൽ പറഞ്ഞത്. CN ഗംഗാധരൻ അധ്യക്ഷനായി. കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് A പ്രദീപൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. CPI സംസ്ഥാന കൗൺസിൽ അംഗം CP ഷൈജൻ, മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് MS നിഷാദ് എന്നിവർ സംസാരിച്ചു. ലോക്കൽ സെക്രട്ടറി A പ്രഭാകരൻ സ്വാഗതം പറഞ്ഞു. ഈസ്റ്റ് ചെണ്ടയാട് അക്ഷയ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. ഗുരുദേവ സ്മാരകം UP സ്കൂളിന് സമീപം ആരംഭിച്ച കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ലത നിർവഹിച്ചു. നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. അക്ഷയ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് K ലത നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് N അനിൽകുമാർ മസ്റ്ററിംഗ് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. വാർഡംഗം M ഉഷ ഡിസ്ട്രിക്ട് സേവനത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. ജനനമരണ സർട്ടിഫിക്കറ്റുകൾ, വിവാഹ സർട്ടിഫിക്കറ്റ്, സൊസൈറ്റി രജിസ്ട്രേഷൻ, യൂണിവേഴ്സിറ്റി അപേക്ഷകൾ, പരീക്ഷാ രജിസ്ട്രേഷൻ, എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ, ഓൺലൈൻ അപേക്ഷകൾ തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ് സേവനങ്ങളും ഇവിടെ ലഭ്യമാകും. ഗവൺമെന്റ് ആശുപത്രി, ടോക്കൺ അഡ്വാൻസ് ബുക്കിംഗ്, വാഹന ഇൻഷുറൻസ്, കറന്റ് ബില്ല്, ഫോൺ ബില്ല് തുടങ്ങിയവ അടയ്ക്കാനുള്ള സേവനവും ഇവിടെ ലഭ്യമാണ്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം P ചന്ദ്രിക, വാർഡ് അംഗങ്ങളായ ഗിരീഷ് പോതിയാൽ, M ബീന, K ജിഷ, K ഫസീല, T സുജില, AK അതുൽദാസ്, AK മഹമ്മൂദ്, അക്ഷയ ഓഫീസ് ജില്ലാ പ്രൊജക്ട് മാനേജർ CM മിഥുൻ കൃഷ്ണ, അക്ഷയ കോർഡിനേറ്റർ ഇൻചാർജ് KV ദീപാങ്കുരൻ, ഹിരേഷ് R, C നിത്യ, V ബിജുമോൻ, M കുമാരൻ മാസ്റ്റർ, ഭാസ്കരൻ വയലാണ്ടിയിൽ, MP സുരഞ്ജു, K രാജൻ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു.
പ്രധാന വാർത്തകൾ വീണ്ടും. പയ്യാമ്പലത്ത് മുഖ്യമന്ത്രിയായിരിക്കെ ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്ത പദ്ധതിയുടെ ശിലാഫലകം മാറ്റി ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ശിലാഫലകം വെച്ചത് അല്പത്തരത്തിന്റെ അങ്ങേയറ്റമാണെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്. ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇത് ചെയ്തതെന്ന് വ്യക്തമാക്കണമെന്നും മാർട്ടിൻ ജോർജ്. തലശ്ശേരി മാഹി ബൈപ്പാസിൽ ടോൾ ബൂത്തിനടുത്ത് നിയന്ത്രണം വിട്ട ടാങ്കർ ലോറി ഡിവൈഡറിൽ ഇടിച്ചു കയറി. അപകടത്തിൽ ഡ്രൈവർക്ക് പരിക്ക്. കൂത്തുപറമ്പ് മണ്ഡലത്തിലെ പൊതുമരാമത്ത് ജലജീവൻ മിഷൻ പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ തീരുമാനം. പദ്ധതികൾക്ക് വേഗം കൂട്ടണമെന്ന് KP മോഹനൻ MLA. ഇരിട്ടിയിൽ പാമ്പുപിടുത്തം അനുകരിച്ച് കളിച്ച കുട്ടികൾ പിടിച്ച് ബോട്ടിലടച്ചത് മൂർഖൻ പാമ്പിനെ. കടിയേൽക്കാതെ വിദ്യാർത്ഥികൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.